യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ 2024 വർഷത്തെ നാഷണൽ ഡിഫൻസ് അക്കാദമി ആൻഡ് നേവൽ അക്കാദമി പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. നിലവിൽ 404 ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം. കേന്ദ്ര പ്രതിരോധ മേഖലയിൽ ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വീഡിയോയിൽ നൽകിയിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത, പ്രായപരിധി, ശമ്പളം തുടങ്ങിയ കൂടുതൽ വിവരങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. UPSC NDA റിക്രൂട്ട്മെൻറ്റ് ജോബ് ഡീറ്റെയിൽസ് ബോർഡ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ജോലിതരം സെൻട്രൽ ഗവൺമെൻറ് ജോബ് വിജ്ഞാപന നമ്പർ 10/2024 NDA സെക്കൻഡ്. ആകെ ഒഴിവുകൾ 404. ജോലിസ്ഥലം ഇന്ത്യയിലുടനീളം. അപേക്ഷിക്കേണ്ട വിധം ഓൺലൈൻ. അപേക്ഷിക്കേണ്ട തീയതി 2024 മെയ് 15 മുതൽ. വേക്കൻസി ഡീറ്റെയിൽസ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നിലവിൽ 400 ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ഓരോ അക്കാദമിയിലും ഉള്ള വിവരങ്ങൾ നോക്കാം. പോസ്റ്റ് നെയിം നാഷണൽ ഡിഫൻസ് അക്കാദമി NDA. നമ്പർ ഓഫ് പോസ്റ്റ് ആർമി 208, നേവി 42, എയർഫോഴ്സ് 120. നേവൽ അക്കാദമി 10+2 കേഡറ്റ് എൻട്രി സ്കീം. നമ്പർ ഓഫ് പോസ്റ്റ് 34, ടോട്ടൽ പോസ്റ്റ് 404. ഏജ് ലിമിറ്റ് 18 വയസ്സിനും 15 വയസ്സിനും മധ്യ പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് അപേക്ഷ നൽകാം. ഉദ്യോഗാർത്ഥികൾ 2006 ജനുവരി 2-നും 2009 ജനുവരി 1-നും ഇടയിൽ ജനിച്ച വ്യക്തികളായിരിക്കണം. PWBD വനിതകൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ നിന്നും ഇളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ: 1. നാഷണൽ ഡിഫൻസ് അക്കാദമി വിഭാഗം അംഗീകൃത ബോർഡിൽ നിന്നും 12ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തുല്യമായ യോഗ്യത. 2. നാഷണൽ ഡിഫൻസ് അക്കാദമിയുടെ എയർഫോഴ്സിനും നേവൽ വിങ്ങിനും ഇന്ത്യൻ നേവൽ അക്കാദമിയിലെ 10+2 കേഡറ്റ് എൻട്രി സ്കീമിനും അപേക്ഷിക്കുന്നതിന് അംഗീകൃത വിദ്യാഭ്യാസ ബോർഡിൽ നിന്നും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ വിഷയവുമായി പഠിച്ച് 12ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തുല്യമായ യോഗ്യത. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ 10+2 പാറ്റേൺ അല്ലെങ്കിൽ തത്തുല്യമായ പരീക്ഷയ്ക്ക് കീഴിൽ 12ാം ക്ലാസ്സിൽ ഹാജരാകുന്ന അപേക്ഷകർക്കും ഈ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം. സാലറി ഡീറ്റെയിൽസ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ റിക്രൂട്ട്മെൻറ്റ് വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന യുവതീ യുവാക്കൾക്ക് UPSC നിശ്ചയിക്കുന്ന ശമ്പളം ലഭിക്കുന്നതാണ്. 56,000 രൂപ മുതലാണ് തുടക്ക ശമ്പളം. ആപ്ലിക്കേഷൻ ഫീ 100 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസ് ഇല്ല. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിംഗ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ വഴി അപേക്ഷാ ഫീസ് അടയ്ക്കാം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് വിശദമായി വായിച്ചു നോക്കുക. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് 2024 ജൂൺ 4-ന് മുമ്പ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപ്ലൈ നൗ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അപേക്ഷിക്കാൻ ആരംഭിക്കുക. അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടവരാണെങ്കിൽ ഫീസ് അടയ്ക്കുക. അപേക്ഷാ ഫോമിൽ ചോദിച്ചിട്ടുള്ള വിവരങ്ങൾ പൂർണ്ണമായി സത്യസന്ധമായി പൂരിപ്പിക്കുക. ഭാവിയിലെ ആവശ്യങ്ങൾക്കായി അപേക്ഷാ ഫോമിൻ്റെ പകർപ്പ് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരം. ഇന്ത്യൻ നേവി കേരളത്തിലെ ഫയർമാൻ ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. താൽപ്പര്യമുള്ളവർക്ക് തപാൽ വഴി അപേക്ഷ നൽകാം. വേക്കൻസി ഡീറ്റെയിൽസ്. ഇന്ത്യൻ നേവി പ്രസിദ്ധീകരിച്ച ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് 40 ഫയർമാൻ ഒഴിവുകളാണ് ഉള്ളത്. കണ്ണൂർ 2, കൊച്ചി 38. ഏജ് ലിമിറ്റ് 56 വയസ്സിന് താഴെ പ്രായമുള്ളവർ. ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ്. ഡിഫൻസ് സർവീസുകളിലെ സിവിൽ തസ്തികയിൽ സമാനമായ ഉയർന്ന ഗ്രേഡുകൾക്ക് തുല്യമായ സേവനമനുഷ്ഠിക്കുന്ന വ്യക്തി. സാലറി ഡീറ്റെയിൽസ്. ഫയർമാൻ പോസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 20,000 മുതൽ 63,000 രൂപ വരെയാണ് ശമ്പളമായി ലഭിക്കുക. സെലക്ഷൻ: 1. ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, അപ്പോയിൻമെൻറ്റ് ലെറ്റർ. എങ്ങനെ അപേക്ഷിക്കാം? യോഗ്യതയുള്ളവർ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് മുഴുവനായി വായിച്ച് യോഗ്യത ഉറപ്പുവരുത്തുക.
അതിനുശേഷം നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന അപേക്ഷാ ഫോറം നല്ല ക്വാളിറ്റിയിൽ A4 സൈസിൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക. അപേക്ഷാ ഫോറം പൂരിപ്പിച്ച് യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിലേക്ക് അയയ്ക്കുക. അപേക്ഷ അയക്കുന്ന കവറിന് മുകളിൽ ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ഫയർമാൻ എന്ന് അടയാളപ്പെടുത്തിയിരിക്കണം. ഇന്ത്യൻ ആർമി 10+2 ടെക്നിക്കൽ എൻട്രി സ്കീം ഒഴിവുകളിലേക്ക് ഔദ്യോഗിക വിജ്ഞാപനം പുറത്തിറക്കി. ഇന്ത്യൻ ആർമി ജോലികൾ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ജോബ് ഡീറ്റെയിൽസ്. ബോർഡ്, ഇന്ത്യൻ ആർമി ഷോർട്ട് സർവീസ് കമ്മീഷൻ SSC. ജോലിതരം സെൻട്രൽ ഗവൺമെൻറ്. നിയമനം നേരിട്ടുള്ള നിയമനം. തസ്തിക 10+2 ടെക്നിക്കൽ എൻട്രി സ്കീം. ആകെ ഒഴിവുകൾ 90. ജോലിസ്ഥലം ഇന്ത്യയിലുടനീളം. അപേക്ഷിക്കേണ്ട വിധം ഓൺലൈൻ. അപേക്ഷ ആരംഭ തീയതി 2024 മെയ് 13. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2024 ജൂൺ 13. വേക്കൻസി ഡീറ്റെയിൽസ്. ഇന്ത്യൻ ആർമി ഷോർട്ട് സർവീസ് കമ്മീഷൻ 10+2 ടെക്നിക്കൽ എൻട്രി സ്കീം ബാച്ചിലേക്ക് 90 ഒഴിവുകളാണ് ഉള്ളത്. ഏജ് ലിമിറ്റ്. അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 16.5 വയസ്സിനും 19.5 വയസ്സിനും ഇടയിലായിരിക്കണം. പ്രായപരിധി. അപേക്ഷകർ 2005 ജൂലൈ 2 2008 ജൂലൈ 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. ക്വാളിഫിക്കേഷൻ +2 അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. അതോടൊപ്പം കുറഞ്ഞത് 60% മാർക്കോടെ ഫിസിക്സ്, കെമിസ്ട്രി, ഗണിതം പാസ്സായിരിക്കണം. ഉദ്യോഗാർത്ഥികൾ 2024 JEE മെയിൻ പരീക്ഷയ്ക്ക് ഹാജരായിരിക്കണം. സാലറി ഡീറ്റെയിൽസ്. ലെഫ്റ്റനൻറ്റ് 56,000 തൊട്ട് 1,77,000 രൂപ വരെ. ക്യാപ്റ്റൻ 61,000 തൊട്ട് 1,93,000 രൂപ വരെ. മേജർ 70,000 തൊട്ട് 2,00,000 രൂപ വരെ. ലെഫ്റ്റനൻറ്റ് കേണൽ 1,20,000 തൊട്ട് 2,12,000 രൂപ വരെ. കേണൽ 1,30,000 രൂപ തൊട്ട് 2,17,000 രൂപ വരെ. ബ്രിഗേഡിയർ 1,40,000 രൂപ തൊട്ട് 2,17,000 രൂപ വരെ. മേജർ ജനറൽ 1,44,000 രൂപ തൊട്ട് 2,18,000 രൂപ വരെ. ലെഫ്റ്റനൻറ്റ് ജനറൽ 1,82,000 തൊട്ട് 2,24,000 വരെ. ലെഫ്റ്റനൻറ്റ് ജനറൽ 2,25,000 തൊട്ട് 2,50,000 രൂപ വരെ. സെലക്ഷൻ, ഷോർട്ട് ലിസ്റ്റിംഗ്, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, വ്യക്തിഗത ഇൻ്റർവ്യൂ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ www.joinindianarmy.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നോട്ടിഫിക്കേഷൻ സെലക്ഷൻ കണ്ടെത്തി ഡൗൺലോഡ് ചെയ്യുക. യോഗ്യതകൾ പരിശോധിക്കുക. ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷിക്കാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. തന്നിരിക്കുന്ന അപേക്ഷാ ഫോം പൂർണ്ണമായി പൂരിപ്പിക്കുക. ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുക. ആവശ്യമായ വിവരങ്ങളും സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. അപേക്ഷാ ഫോറത്തിൻ്റെ പകർപ്പ് ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് പരീക്ഷയ്ക്കുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. കേരളത്തിലെ ഏഴിമല നേവൽ അക്കാദമിയിലും ഒഴിവുകൾ വരുന്നുണ്ട്. പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകൾക്കും ഈ റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. താൽപ്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 2024 ജൂൺ 4 മുമ്പ് www.upsconline.nic.in എന്ന വെബ്സൈറ്റിൽ അപേക്ഷകൾ സമർപ്പിക്കണം. ജോബ് ഡീറ്റെയിൽസ്. ബോർഡ്, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ജോലിതരം കേന്ദ്ര സർക്കാർ. വിജ്ഞാപന നമ്പർ 11/2024 CDS2. നിയമനം സ്ഥിര നിയമനം. ആകെ ഒഴിവുകൾ 339. തസ്തിക കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ. ജോലിസ്ഥലം ഇന്ത്യയിലുടനീളം. അപേക്ഷിക്കേണ്ട വിധം ഓൺലൈൻ. അപേക്ഷിക്കേണ്ട തീയതി 2024 മെയ് 18 മുതൽ അവസാന തീയതി 2024 ജൂൺ 7 വരെ. വേക്കൻസി ഡീറ്റെയിൽസ്. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ UPSC പുറത്തിറക്കിയ വിജ്ഞാപന പ്രകാരം കമ്പൈൻഡ് ഡിഫൻസ് സർവീസ് പരീക്ഷ 2 2024 ഏകദേശം 339 ഒഴിവുകളുണ്ട്. ഇന്ത്യൻ ആർമിയുടെ ഓരോ അക്കാദമിയിലും വരുന്ന വ്യക്തിഗത ഒഴിവ് വിവരങ്ങൾ നോക്കാം. ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ഡെറാഡൂൺ
158 DE കോഴ്സ് 2025 ജനുവരിയിൽ ആരംഭിക്കുന്നു. NCC സി സർട്ടിഫിക്കറ്റ് ആർമി വിങ് നീക്കിവച്ചിട്ടുള്ള 13 ഒഴിവുകൾ ഉൾപ്പെടെ ടോട്ടൽ 100 ഒഴിവുകൾ. 2 ഇന്ത്യൻ നേവൽ അക്കാദമി ഏഴിമല 2025 ജനുവരിയിൽ ആരംഭിക്കുന്ന കോഴ്സ് എക്സിക്യൂട്ടീവ് ജനറൽ സർവീസ് ആൻഡ് ഹൈഡ്രോ NCC സി സർട്ടിഫിക്കറ്റ് NCC സ്പെഷ്യൽ എൻട്രി വഴി നേവൽ വിങ് 3 ഒഴിവുകൾ ഉൾപ്പെടെ ടോട്ടൽ 32. 3 എയർഫോഴ്സ് അക്കാദമി ഹൈദരാബാദ് ഫ്ലൈയിങ് വിങ് പരിശീലന കോഴ്സ് 2025 ജനുവരിയിൽ ആരംഭിക്കുന്ന നമ്പർ 217 FB കോഴ്സ് സി സർട്ടിഫിക്കറ്റ് എയർ വിങ് ഉടമകൾക്കായി NCC സി വഴി 3 ഒഴിവുകൾ നീക്കിവച്ചിരിക്കുന്നു. ടോട്ടൽ 32 ഒഴിവുകൾ. ഓഫീസർ ട്രെയിനിങ് അക്കാദമി ചെന്നൈ മദ്രാസ് 121ാമത് SSC പുരുഷൻ എൻട്രി UPSC കമ്മീഷനിങ് കോഴ്സ് 2025 ഏപ്രിൽ ആരംഭിക്കുന്നു. ടോട്ടൽ 276 ഒഴിവുകൾ. 5 ഓഫീസർ ട്രെയിനിങ് അക്കാദമി ചെന്നൈ മദ്രാസ് 35ാമത് SSC സ്ത്രീ എൻട്രി UPSC കോഴ്സ് 2025 ഏപ്രിൽ ആരംഭിക്കുന്നു. ടോട്ടൽ 19 ഒഴിവ്. ഏജ് ലിമിറ്റ് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി അവിവാഹിതരായ പുരുഷ ഉദ്യോഗാർത്ഥികൾ 2001 ജൂലൈ 2-നും 2006 ജൂലൈ 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. ഇന്ത്യൻ നേവൽ അക്കാദമി അവിവാഹിതരായ പുരുഷ ഉദ്യോഗാർത്ഥികൾ 2001 ജൂലൈ 2-നും 2006 ജൂലൈ 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. 3 എയർഫോഴ്സ് അക്കാദമി 2025 ജൂലൈ 1-ന് 20 മുതൽ 24 വയസ്സ് വരെ, അതായത് 2001 ജൂലൈ 2-നും 2005 ജൂലൈ 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. 4 SSC കോഴ്സ് പുരുഷൻ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി അവിവാഹിതരായ 2000 ജൂലൈ 2-നും 2006 ജൂലൈ 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. 5 SSC കോഴ്സ് സ്ത്രീ പുരുഷ ടെക്നിക്കൽ കോഴ്സ് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി അവിവാഹിതരായ 2000 ജൂലൈ 2-നും 2006 ജൂലൈ 1-നും ഇടയിൽ ജനിച്ചവരായിരിക്കണം. ക്വാളിഫിക്കേഷൻ ഇന്ത്യൻ മിലിറ്ററി അക്കാദമി ഓഫീസർ ട്രെയിനിങ് അക്കാദമി ചെന്നൈ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം അല്ലെങ്കിൽ തത്തുല്യമായത്. 2 ഇന്ത്യൻ നേവൽ അക്കാദമി അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ ബിരുദം. 3 എയർഫോഴ്സ് അക്കാദമി അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദം 10+2 തലത്തിൽ ഫിസിക്സ് മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ബിരുദം. ആപ്ലിക്കേഷൻ ഫീ 200 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസില്ല. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിംഗ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ വഴി അപേക്ഷാ ഫീസ് അടയ്ക്കാം. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ 2024 ജൂൺ 4-ന് മുമ്പ് ഓൺലൈൻ വഴി അപേക്ഷിക്കണം. അപ്ലൈ നൗ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അപേക്ഷിക്കാൻ തുടങ്ങുക. അതിനുശേഷം അപേക്ഷാ ഫോമിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ വിവരങ്ങളും പൂരിപ്പിച്ച് നൽകുക. ആവശ്യമെങ്കിൽ അപേക്ഷാ ഫീസ് അടയ്ക്കുക. അടച്ച അപേക്ഷാ ഫീസ് യാതൊരു കാരണവശാലും തിരികെ ലഭിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ അറിയുവാനും അപേക്ഷിക്കുവാനും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന PDF വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപേക്ഷകൾ സമർപ്പിക്കുക. അപ്ലൈ ലിങ്ക്, നോട്ടിഫിക്കേഷൻ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.